വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിത് ഈ ഒരു വാച്ച് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സിമ്പിളായിട്ടുള്ളൊരു വാച്ച് ബ്രേസ്ലെറ്റ് ആണ് ഇത്. ഞാൻ വലുത് എൻ്റേതാണ് കേട്ടോ, ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇതൊന്ന് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. നമുക്കിത് ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ വലുതായി വരും. അതുപോലെ നമുക്ക് ആ ഒരു ത്രെഡ് പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും അത് ചെറുതാവുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ബീഡ്സ്, ഏത് ബീഡ്സ് വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ക്രിസ്റ്റൽ ബീഡ്സ് ആണുള്ളത്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നൂലുണ്ട്. നൂല് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇതൊരു ഉഡായിപ്പോ നൂലാണ് കേട്ടോ. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ത്രെഡ് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ, വാങ്ങാൻ കിട്ടും. പക്ഷേ നമ്മളത് വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ അതൊരു സൈഡിൽ ഇങ്ങനെ നമ്മൾ ഒരു നൂല് രണ്ടായിട്ട് ഇങ്ങനെ കോർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൽ ഈ ബീഡ്സുകളെല്ലാം കൂടി ഇങ്ങനെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ബീഡ്സാണ് ഇതിൽ എടുക്കുന്നത്. കോർത്തെടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പിന്നെ നമ്മുടെ ആയുധങ്ങൾ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ പല വിധനയും ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ അതെ എൻ്റെ ഇതിൽ കണ്ടില്ലേ, ഞാനിതിപ്പോൾ 4 ആയിട്ട്, അതായത് ഒരു നൂല് രണ്ട് മടക്കായിട്ടാണല്ലോ ഒരു സൈഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് വരുമ്പോൾ ടോട്ടൽ 4 നൂല് ത്രെഡ് നമുക്കുണ്ടാവും. എത്രത്തോളം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ അതിലെല്ലാത്തിലും ഓരോന്നായിട്ട് ഓരോ ബീഡ്സ് വീതം ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ ഒരെണ്ണമാണ് കേട്ടോ ഇടുന്നത്. ഇത് കണ്ടില്ല, 2 എണ്ണം കൂടെ പിടിച്ചിട്ട് ഒരെണ്ണം, അതായത് ടോട്ടൽ 2 എണ്ണമാണ് ഞാനിതിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കതൊന്ന് ജസ്റ്റ് തീയിൽ കാണിച്ച് ഒന്ന് ഉരുക്കിയൊക്കെ എടുത്താൽ കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടിരിക്കും കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ ഒരു അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവുമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ആ ഒരു ത്രെഡിനെ ഈ വലതുവശത്ത് ഉള്ളത് ഇടതുവശത്തുള്ളത് വലതുവശത്തും ആക്കിയിട്ട് ഇതുപോലത്തെ തന്നെ വേറൊരു ത്രെഡ് കൂടെ നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് അതിനെ 2 മടക്കായിട്ട് ഇതിന് മുകളിലോട്ട് ഇങ്ങനെ വച്ചിട്ട് കണ്ടില്ലേ, എന്നിട്ട് കാണുന്ന പോലെ ഇങ്ങനെ വച്ചിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു വശം ഉള്ളിലൂടെ എടുത്തിട്ട് ഇങ്ങനെ വലിക്കുക. ആ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് 3 മിനിറ്റ് അല്ലേ ഉള്ളൂ ഷോർട്സ്. അപ്പോൾ അതുകൊണ്ട് അത്ര നന്നായിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല സ്പീഡിൽ പറയാൻ. അങ്ങനെ ഓക്കെ, ഫൈനലി നമ്മുടെ ഒരു വാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കയ്യിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ നമുക്ക് മോം ആൻഡ് ഡോട്ടർ കോംബോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതെ കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.